ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. 2 ദിവസത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഹാഫായിട്ടാണ് കേട്ടോ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവു നന്ദു ക്രിയേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗിനായിട്ട് സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കുറേ സ്റ്റേഷനറീസും ബാഗ്സും ബുക്സും ഒക്കെ. അപ്പം ഞാൻ ബാഗ് നോക്കാനായിരുന്നു ആദ്യം പോയത്. പിന്നെ ചേച്ചി എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങൾ നോക്കാനായിരുന്നു പോയത്. ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ അങ്ങനത്തെയൊക്കെ നോക്കാനായിരുന്നു പോയത്. അപ്പം ഞാനും അമ്മയും ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചേച്ചിക്ക് വേണ്ട, ചേച്ചിക്ക് വീട്ടിൽ നല്ല പുതിയൊരു ബാഗ് ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഞാൻ ഫസ്റ്റ് എടുത്ത റെഡ് ബാഗില്ലേ, അതായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം അതായിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ജോമെട്രി ബോക്സ്, പെൻസിൽ കേസ്, ബോക്സ് എല്ലാത്തിനും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾ കറിപ്പാത്രമൊക്കെ എടുത്ത് നോക്കുക കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇപ്രാവശ്യം കറിപ്പാത്രമൊന്നും വേണ്ട. ഞങ്ങളെ കഴിഞ്ഞ കൊല്ലത്തെ കറിപ്പാത്രം ഉണ്ട് കേട്ടോ, നല്ല സ്റ്റീലിൻ്റെ അടിപൊളിയായിട്ടില്ലേ. ഇത് 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. എനിക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. പിന്നെ കൂട്ടത്തിൽ ചേച്ചിക്ക് പൗച്ചും. എനിക്ക് ചെരുപ്പ് വാങ്ങേണ്ടതുകൊണ്ട് തന്നെ ചേച്ചി അവിടുന്ന് പൗച്ചെടുത്തില്ല. ചേച്ചി ഇവിടുന്ന് പൗച്ചെടുക്കാമെന്ന് പറഞ്ഞു, കണ്ണൂർ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് തന്നെയായിരുന്നു കേട്ടോ പൗച്ചെടുത്തത്. പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങി നേരെ ക്യാപിറ്റൽ മാളിലോട്ട് പോയി. അവിടുത്തെ ഒരു ഫാൻസി കയറി കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു, വെപ്പ് മുടിയില്ലേ അത് കണ്ടപ്പോൾ അതൊന്ന് ജസ്റ്റ് വെച്ച് നോക്കി. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ നീട്ടുള്ള മുടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുടി കട്ട് ചെയ്യില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീട്ടി വളർത്താൻ. പിന്നെ കുറേ ജ്വല്ലറീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറേ പാസരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹെയർ ബാൻഡിൽ മുടി ഇങ്ങനെ വെച്ചൊരു സാധനം കണ്ടു കേട്ടോ. അതാണ് ഞാനിപ്പോൾ തലയിലെടുത്ത് വെച്ചത്. പിന്നെ കുറച്ച് കൂളിംഗ് ഗ്ലാസും മറ്റേ തണുപ്പത്ത് ചെവിയിൽ വെക്കുന്ന ആ സാധനമില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ചേച്ചി ഇതാ കൂളിംഗ് ഗ്ലാസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. നല്ല പാവ ആൻറ്റിമാരായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ടായിട്ടുള്ള ആൻറ്റിമാരായിരുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൊക്കെ പറഞ്ഞു കൊടുത്തു, അവർ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെയും ഞാൻ അടങ്ങിയില്ല. പിന്നെയും ഞാനത് ആ വിഗിൻ്റെ അടുത്ത് പോയിട്ട് ആദ്യം വെച്ച് നോക്കുമായിരുന്നു. അപ്പം നല്ല പാവമായി ആൻറ്റിമാരായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിമാരെ കൊണ്ട് ഞാനിത് ടാറ്റയൊക്കെ പറയിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫാൻസിയിൽ നിന്ന് ഇറങ്ങി എസ്കലേറ്റർ ഇതാ താഴേക്ക് പോകാമായിരുന്നു. പിന്നെ ക്യാപിറ്റൽ മാളിൻ്റെ ഇപ്പുറത്ത് തന്നെ ബാക്ക് ടു സ്കൂൾ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കയറി. ജസ്റ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല, ഒന്ന് കാണാനും റേറ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. എൻ്റെ അമ്മോ വല്ലാത്ത റേറ്റായിരുന്നു. പക്ഷേ പലതരം ബാഗൊക്കെ ഉണ്ടായിരുന്നു. ബാർബി, മിക്കി മൗസ്, ഫ്ലവേഴ്സ്, എന്തൊക്കെയോ മാരിയോ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. പിന്നെ ചേച്ചിക്ക് ആ ടോട്ട് ബാഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേച്ചി അമ്മയുടെ വയ്യാലെ നടക്കുക, അമ്മ ഇത് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വാട്ടർ ബോട്ടിൽസ്, പൗച്ച്, പെൻസിൽ കേസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അവിടെയുള്ള ഒരു 2 ബാഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പിങ്ക് കളറുള്ള ബാഗും ഒരു ഫ്ലവറുള്ള ബാഗും. ഈ 2 ബാഗായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതിന് 1000-ന് മേലെ റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വലിയ പെൻസിൽ കേസിനൊക്കെ 100 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുതിനൊക്കെ 200-300 ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഒന്നും എടുത്തില്ല, ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഒന്നും എടുത്തില്ല. പക്ഷെ നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചേച്ചി ഇതാ പിന്നെയും വന്ന് ചോദിക്കുകയാണ്, അമ്മ ഇത് എടുക്കട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചേച്ചിനോട് പോയി പറഞ്ഞാൽ അതൊക്കെ ഞാൻ എടുത്താൽ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോവായിരുന്നു, ബസ്സിലായിരുന്നു പോയത്. അപ്പം ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, നിൽക്കുമായിരുന്നു ചെയ്തത്. എൻ്റെ മുഖം എന്താ വല്ലാണ്ട്. അപ്പം അമ്മ വിളിച്ച് ക്യാമറയൊക്കെ നോക്ക്. അപ്പം അങ്ങനെ ഗൈസ് ഞങ്ങളിതാ വീട്ടിലെത്തി. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഫുൾ അൺബോക്സിംഗ് ആയി ഒരു ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ ഇടും. അതെല്ലാവരും കാണണം കേട്ടോ, കാണാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.